ഹായ് ഓൾ, ദിസ് അഖിൽനാഥ്. ഇപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് പേട്രിയറ്റ് മലയാളം മൂവിയുടെ ഒഫീഷ്യൽ ടീസറാണ്. മഹേഷ് നാരായണനാണ് ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് മമ്മൂക്ക ലാലേട്ടനാണ് കേന്ദ്ര കഥാപാത്രനായിട്ട് വരുന്നത്. അവരെ കൂടാതെ എക്സ്ട്രാ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാവുന്ന ഫെയിം ആയിട്ടുള്ള കുറേ ആക്ടേഴ്സാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ആൻഡോ ജോസഫാണ് പ്രൊഡ്യൂസർ. ആൻഡോ ജോസഫ് ഫിലിം കമ്പനി എന്ന് പറയുന്ന അവരുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലാണ് ഇപ്പോൾ അതിൻ്റെ ടീസർ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് അതിൻ്റെ ഒഫീഷ്യൽ ടീസർ ഒന്ന് കണ്ടു നോക്കാം. അത്യാവശ്യം ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കണ്ടു നോക്കാം. ഓക്കെ, 3, 2, 1. അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഒരു കാലത്ത് ഇവർ ഒരുമിച്ച് നിയന്ത്രിച്ചതാണ് ഈ രാജ്യം. ഇത്രയും കാലം കൊണ്ട് അവർ നേടിയത് ഫോളോവേഴ്സിനെ അല്ല, ഫെയ്ത്ത്, വിശ്വാസം. What does this mean? They are going to bring social scrutiny. ഒരു കാര്യം ഓക്കെ, മൊത്തം 3 പേരുണ്ട്. സാധനം തടുക്കാൻ കഴിയും. Daniel, Periscope. Student laptop scheme lay program. Is that similar to Periscope? ഈ പ്രോഗ്രാം അവരെ സീക്രട്ട്ലി വാച്ച് ചെയ്യുന്നുണ്ട്. നല്ല കാസ്റ്റിംഗ് ആണ്. വേണ്ടോന്ന് ശബ്ദവും അഗ്നിഷൻ അറിയാം. Blast. Tell him to complete the sentence. Great Indian traitor or patriot? അപ്പോൾ അതായിരുന്നു പേട്രിയറ്റിൻ്റെ ടീസർ. സോ അടിപൊളിയായിട്ടുണ്ട്. ഹോളിവുഡ് ലെവലിലാണ് സംഭവം ചെയ്തിരിക്കുന്നത്. മമ്മൂക്ക ലാലേട്ടൻ വരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. പെട്ടെന്ന് അവരൊന്നും ഒരു പ്രൊമോഷൻ പോലും ഇല്ലാതെ, പെട്ടെന്ന് ഒരു ഇൻഫർമേഷൻ പോലും കിട്ടാതെ ഉള്ള രീതിയിലാണ് അവർ പെട്ടെന്ന് അത് ടീസർ റിലീസ് ചെയ്തത്. സോ അടിപൊളിയാണ് കേട്ടോ. ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു കാസ്റ്റിംഗ് ആണ് ഫിലിമിന് അവർ നടത്തിയിട്ടുള്ളത്. സോ എന്തായാലും സംഭവം കിടക്കുമെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഈ റിലീസ് എന്താണെന്നുള്ള കാര്യം കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല. സോ എന്തായാലും ടീസർ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. അമേസിങ് ടീസർ. സോ നമുക്ക് ലാലേട്ടനെ ഒരുമിച്ച് കണ്ടിട്ട് ഒരുപാട് വർഷങ്ങളായിരുന്നു. ഇപ്പോൾ പല പിള്ളേരും ഇങ്ങനെ പറയുന്നുണ്ട്. സോ രണ്ടുപേരും ഓൺ സ്ക്രീനിൽ ഒരുമിച്ച് വരുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു എഫക്റ്റ്, ഒരു ബിഗ് സ്ക്രീനിൽ രണ്ടുപേരെയും കാണാൻ കിട്ടുമ്പോൾ നമുക്ക് തിയേറ്ററിൽ നമ്മൾ കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു എഫക്റ്റ്, ഒരു ഇമ്പാക്റ്റ് അതായിരിക്കും. എനിക്ക് തോന്നുന്നു സംതിങ് മിലിറ്ററി ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നേവൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമ എന്തുവാണെന്ന് തോന്നുന്നു സംതിങ്. എന്തായാലും ഒരു എന്താ പറയുന്നത്, ഇന്ത്യയുടെ ഒരു ബോർഡർ ബേസ്ഡ് ആണെന്ന് തോന്നുന്നു ഫിലിം സംതിങ്. അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും രഹസ്യ സംഘടനയിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കും. സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഫഫ ഓൾസോ ഹീസ് ഓൾസോ അമേസിങ്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഫഫ അടിപൊളിയാണ്. ദർശന, രേവതി ആൻഡ് നയൻതാര ഈസ് ഓൾസോ ദേ. നയൻതാര അത് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു നയൻതാരയെ. അതായത് സംഭവം അടിപൊളിയാണ്. നല്ല ഒരു കഥാപാത്രം. ലാലേട്ടൻ മിലിറ്ററിക്കാരനാണെന്നുള്ള കാര്യം ഉറപ്പാണ്. നമുക്ക് ആരാണെന്ന് ഇനി അവരുടെ സീനിയർ ആരിലും ആണോ എന്നുള്ള കാര്യം അറിയില്ല. സോ മഹേഷ് നാരായണൻ്റെ ടെക്നിക്കൽ ബ്രില്യൻസ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ എനിത്തിങ് നൈസായിട്ടുണ്ട് ടീസർ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ.